നമസ്കാരം. കേരള രാഷ്ട്രീയം ഗതി നിർണായകമായ ഒരു പോയിന്റിലാണ്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ പോയിന്റല്ല. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശൈലി കേരള രാഷ്ട്രീയത്തിൽ വന്നു. അതായത് സമീപ നാളുകളിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വി ഡി സതീശൻ ഖണ്ഡിതമായി പറഞ്ഞ അഭിപ്രായങ്ങൾ പോലും ഉൾട്ടയടിച്ച് അതിൻ്റെ എതിർ നിലപാടുകൾ ആവിഷ്കരിക്കുന്ന കാലമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആ പ്രതിസന്ധിയിൽ പ്രതിപക്ഷത്തിൻ്റെ മാധ്യമങ്ങൾ പോലും അകപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ദേശാഭിമാനി CPM-ൻ്റെ പത്താണ്. ദേശാഭിമാനി വരെ വി ഡി സതീശൻ്റെ ഈ ഉൾട്ടയടി രാഷ്ട്രീയത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയുണ്ട്. രാഷ്ട്രീയം എന്താണ് എന്ന് തിരിച്ചറിയാതെ ഉൾട്ടയടി രാഷ്ട്രീയത്തിൻ്റെ ശൈലിയിലേക്ക് അകപ്പെട്ട സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ ദേശാഭിമാനി അടക്കം ഈ കുരുക്കിലേക്ക് പെട്ടത് എന്നുള്ള കേരളത്തിൻ്റെ ഈ ഇരട്ട മുഖമുള്ള രാഷ്ട്രീയത്തെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ അന്ന് അത് ബർക്കാഡിയുടെ അപേക്ഷ സർക്കാരിന് നൽകിയ സമയത്ത് വി ഡി സതീശൻ അന്ന് പറഞ്ഞ അഭിപ്രായം നിങ്ങളൊക്കെ കേട്ടാണ്. ഒന്നും കൂടി കേട്ടോളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുക. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. ഇതൊക്കെ കേട്ട ആൾക്കാർ വി ഡി സതീശന് വോട്ട് ചെയ്തു. വി ഡി സതീശന്റെ പ്രതിപക്ഷം സർക്കാർ 102 സീറ്റിൽ അധികാരത്തിലേറിയ തൊട്ട അടുത്ത ദിവസം രാത്രിയിൽ മൂപ്പര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർക്കാടിക്കാരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അത് തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പാതിരാത്രി ആ ഫയൽ മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് ആദ്യത്തെ ബഡ്ജറ്റിൽ അതിന് അനുവാദം കൊടുക്കുന്ന വിധത്തിലുള്ള പ്രസ്താവന നടത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ തന്നെ അത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കി. എന്താണ് നിലപാട്? ഇതാണ് നിലപാട്. കർണാടക ഗവൺമെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തി സിദ്ധരാമയ്യ ഗവൺമെന്റ് അത് നടപ്പാക്കി. അവരുടെ സ്ട്രാറ്റജി അവരെല്ലാ മദ്യനിർമ്മാണ കമ്പനികളോടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാണ്, നിങ്ങൾ ഹാർഡ് ലിക്കർ അത് കുറച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ പ്രൊഡക്ഷൻ മുഴുവൻ ആൽക്കഹോളിക് കണ്ടന്റ് കുറവായ മദ്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ലോകം രോഗാതുരമാവും, അപകടമാണ് എന്ന് പറയാണ്. ആ WHO റിപ്പോർട്ട് ഗ്ലോബൽ സ്ട്രാറ്റജി അത് കോട്ട് ചെയ്തുകൊണ്ടാണ് കർണാടക ഗവൺമെന്റ് അത് ഉത്തരവിറക്കിയത്. അതിനുശേഷം അവർ മുഴുവൻ ടാക്സ് റീസ്ട്രക്ചർ ചെയ്തു. ഒരു 3 മാസം മുമ്പ് സിദ്ധരാമയ്യ ഗവൺമെന്റ് വീര്യം കുറഞ്ഞ ആൽക്കഹോളിക് കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ ടാക്സ്, അവർ ബിയറിന്റെ കുറച്ചു, വൈനിന്റെ കുറച്ചു, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കുറച്ചു. പണ്ട് പറഞ്ഞതും ഇപ്പം പറഞ്ഞതും തമ്മിൽ ഒരു ബുദ്ധിമുട്ടും മൂപ്പർക്കില്ല എന്ന് മനസ്സിലായല്ലോ. ഇതാണ് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായി. അത് PM ശ്രീ ആയിക്കോട്ടെ, PMAY വീടുകളായിക്കോട്ടെ, കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമായിക്കോട്ടെ, മോദിയെ കാണാൻ പോകുന്നതായിക്കോട്ടെ, എല്ലാം തൊട്ട് ഉന്നത മാസങ്ങളിൽ വരെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം മൂപ്പര് ഉൾട്ടയടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ മൂപ്പര് ചെയ്യുന്നതൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. VD മീഡിയ അദ്ദേഹത്തിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ അത്യധ്വാനത്തെ പ്രശംസിക്കുന്നുണ്ട്, രാവും പകലും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതും ഇപ്പം പറഞ്ഞുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനിയാണ് രണ്ടാമത്തെ കാര്യം. എന്താണ് രണ്ടാമത്തെ കാര്യം? രണ്ടാമത്തെ കാര്യം ഈ വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പ് ആണല്ലോ വിഴിഞ്ഞം നടത്തുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ വേണ്ടി അവർ നീക്കം നടത്തി. അപ്പോൾ സർക്കാർ അതിൻ്റെ മേലെ സർക്കാരിന് അവകാശമുണ്ട്. സർക്കാരാണ് അതിൻ്റെ ഒടുവിലത്തെ ഓണർ എന്ന് പറയുന്നത്. ഈ നീക്കം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കും മട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്നുള്ള ഒരു വസ്തുത അത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ സംഭവിച്ച ഘട്ടത്തിൽ ആളുകൾക്ക്, അല്ലെങ്കിൽ ആ കമ്പനിക്കും അദാനിക്കും VD സർക്കാരിനും ഒക്കെ അറിയാം ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നലത്തെ VD മീഡിയകൾ മുഴുവൻ, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പ്രധാന വാർത്തയായി കേരളത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം വരാൻ പോകുന്നു. ഈ കാര്യം, ഈ 49% ഓഹരി വിദേശ കമ്പനിക്ക് കൈമാറാനുള്ള കാര്യം കേരളത്തിൻ്റെ വികസന കുതിച്ചുചാട്ടമായിട്ട് വാർത്തയായി വന്നു. അതൊക്കെ സതീശൻ സർക്കാരിൻ്റെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അരങ്ങൊരുക്കലായിരുന്നു. എന്നാൽ ഇതിൽ വീണ ദേശാഭിമാനി ഇത് പ്രസിദ്ധീകരിച്ചു. ദേശാഭിമാനിക്ക് ഈ വാർത്ത അവർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ദേശാഭിമാനി എന്താ പറഞ്ഞത്? ഇതപ്പോൾ അങ്ങനെ VD സതീശന് ക്രെഡിറ്റ് പോകുന്ന മോശമില്ല, അപ്പോൾ ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ദീർഘവീക്ഷണമാണ് ഇതിൻ്റെ കാരണം എന്നുകൊണ്ട് ദേശാഭിമാനി ഒരു വാർത്ത ഇന്നലെ കൊടുത്തു. ഇതാണ് ആ വാർത്ത. ആ വാർത്തയിലെ വിശദാംശങ്ങൾ കേട്ടാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ശരിയാണല്ലോ, സർക്കാർ മാറിയിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ മാത്രമല്ല, വിഴിഞ്ഞത്തിനെതിരെ നടത്തിയ കൊടൂരമായ സമരങ്ങളിൽ 7 മുദ്രാവാക്യങ്ങളോ മറ്റോ ഉന്നയിച്ച് നടത്തിയ സമരങ്ങളിൽ ഒന്ന് വിഴിഞ്ഞ് നിർത്തിവെക്കണം എന്നാണ്. ആ സമരത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ആളാണ് VD സതീശൻ. അപ്പോൾ അത്തരത്തിൽ അതിനെതിരായി നിലപാടെടുത്ത ആൾ എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ LDF സർക്കാരിൻ്റെ നേട്ടമാണ് ഇത്ര ദീർഘവീക്ഷണത്തോടെ അവർ നടത്തിയ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനി അടിച്ചുവിട്ടു. അതാണ് ആ വാർത്ത. ആ വാർത്തയിൽ പ്രധാന പോയിന്റ് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. രാജ്യത്ത് തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ നിക്ഷേപം, വിദേശ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വരുന്നത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49% ഓഹരികൾ ലോകത്തെ വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ
മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വാങ്ങുന്നതോടെയാണ് ഇത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ മുൻ LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയം കൂടിയാണ് വിദേശ നിക്ഷേപം. സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ പദ്ധതി 2045 പൂർത്തിയാക്കാനായിരുന്നു വ്യവസ്ഥ. എന്നാൽ LDF കരാറിലെ വ്യവസ്ഥ മാറ്റി പദ്ധതി പൂർത്തീകരണം 17 വർഷം നേരത്തെയാക്കിയത്. 2028 ഡിസംബറിൽ പൂർത്തിയാക്കാൻ വ്യവസ്ഥയാക്കിയത് സംസ്ഥാന സർക്കാരിന് വരുമാനം പങ്കിടൽ നേരത്തെയാക്കി. അതിന് സഹായകരമാകുന്നതാണ് വിദേശ നിക്ഷേപം. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇനിയാണ് ഈ VD സതീശൻ എഫക്റ്റിലേക്ക് ദേശാഭിമാനി മാറുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമാണ് ദേശാഭിമാനി പോലുള്ള പത്രം ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു നിരീക്ഷണം അവതരിപ്പിക്കുമ്പോൾ കേവലമായ വാർത്ത കൊടുക്കാം. ഇപ്പോൾ 49% ഓഹരിയിലേക്ക് വരികയാണ് എന്നൊക്കെ വാർത്ത കൊടുക്കാം. പക്ഷേ അതിന് അനുകൂലമായി എഡിറ്റോറിയലൈസ് ചെയ്തൊരു വാർത്ത കൊടുക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ മറ്റ് പത്രങ്ങളെ പോലെയല്ല, അവർക്ക് ഉൾട്ടടിക്കാം. പക്ഷേ ദേശാഭിമാനിക്ക് ഉൾട്ടടിക്കുമ്പം രാഷ്ട്രീയമായ ഒരു സ്വാധീനം കൂടി അതിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ അനുരണനം എന്തായിരിക്കും എന്നുള്ളത്, പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് നോക്കിയിട്ടുള്ളൂ ദേശാഭിമാനി പോലൊരു പത്രം വാർത്ത എഴുതാൻ. യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതായത് 13,000 കോടിയുടെ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് വരുന്നു എന്നായിരുന്നു മലയാളത്തിലെ പത്രങ്ങളിലൊക്കെ വലിയ പബ്ലിക് റിലേഷൻസ് ഒരു നീക്കമായിട്ട് ഈ വിഴിഞ്ഞം കമ്പനി, അദാനി കമ്പനിയോ ആരാന്ന് വെച്ചാൽ അത് നീക്കം നടത്തിയത്. അത് പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി, എല്ലാ പത്രങ്ങളും ഭയങ്കര സംഭവമായിട്ട് കൊടുത്തു. 13,000 കോടിയുടെ നിക്ഷേപം എന്ന് കൊടുത്തു. ദേശാഭിമാനിയും കൊടുത്തു. എന്നാൽ യഥാർത്ഥത്തിൽ അത് നിക്ഷേപമാണോ? അല്ല. ഈ വിഴിഞ്ഞം അദാനിയുടെ വിഴിഞ്ഞം കമ്പനിയുടെ പദ്ധതി കേരളത്തിന് എങ്ങനെയാണ് നേട്ടമാവുന്നത്? കരാറിലെ നിബന്ധനകൾക്ക് ശേഷം കമ്പനി അദാനി ഈ പോർട്ട് കേരളത്തിന് കൈമാറണം എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിന് അദാനിയാണ് കൈമാറേണ്ടത്. അദാനി ഗ്രൂപ്പിനാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അത് കേരളത്തിൻ്റെ ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് അദാനി ആ കമ്പനിയുടെ പോർട്ടിൻ്റെ 49% ഒരു സ്വകാര്യ കമ്പനിക്ക് വിൽക്കുകയാണ്. അതാണ്, അല്ലാതെ നിക്ഷേപമല്ല. അവർ വിൽക്കുകയാണ്. അതിന് കൂടുതൽ ലാഭത്തിനോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനോ വിൽക്കുകയാണ്. അത് കേരള സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് VD സതീശൻ നിയമസഭയിൽ പറയുന്നത്. വളരെ ലാഘവത്തോടെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വിടേണ്ട കാര്യമല്ല എന്നുകൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കണം. ആ കുരുക്കിലാണ്, അതൊരു പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജിയായി ഇത് കുഴപ്പമാകും. അതുകൊണ്ട് നേരത്തെ തന്നെ നിക്ഷേപം എന്ന മട്ടിൽ ആഖ്യാനം ചെയ്യാനാണ് പത്രങ്ങളിലൂടെ ശ്രമിച്ചത്. അതിൽ ദേശാഭിമാനി വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വീഴാൻ പാടില്ലാത്തൊരു പത്രമാണ് ദേശാഭിമാനി. കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് കുരുക്കുണ്ടാക്കുന്ന ഒരു സംഭവത്തിലേക്ക് അദാനി കമ്പനി നീങ്ങുമ്പോൾ മറ്റ് പത്രങ്ങൾക്ക് പബ്ലിക് റിലേഷൻ പല ലാഭങ്ങളുണ്ടാവും, അവരങ്ങനെ കൊടുക്കും. പക്ഷേ ദേശാഭിമാനി അങ്ങനെ അല്ല. പക്ഷേ അവർ ആ കുരുക്കിൽ വീണു. അദാനി ഈ കമ്പനി ഇത്തരത്തിലുള്ള ലാഭം കൊയ്ത് ഒഴിവാക്കി പോകാനുള്ള പരിപാടിയാണ്, നമ്മൾക്കുള്ള നേട്ടങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടിയാണ് എന്ന് തിരിച്ചറിയുകയും ഇടതുപക്ഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും നിലപാടെടുക്കുകയും ചെയ്തു. മാത്രമല്ല അദാനിയുമായിട്ട് VD സതീശൻ ഈ മുഖ്യമന്ത്രിയാവുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയും അത്തരത്തിലുള്ള അവരുടെ ഇടപെടലുകളും KICBയിലടക്കം അദാനി കമ്പനിക്ക് നൽകിയ മീറ്റർ വെക്കുന്നതിനുള്ള തൊട്ടടുത്ത ദിവസമുള്ള ഇടപാടുകളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള അഴിമതി ആരോപണത്തിനുള്ള ഒരു സ്കോപ്പും കൂടി പ്രതിപക്ഷ നിലയിലേക്ക് അവർക്കുണ്ട്. അതുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കടുത്ത എതിർപ്പ് അവരുയർത്തി. VD സതീശൻ ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും അതിന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തു. ഭാവിയിൽ ഇത് നടപ്പാക്കാൻ അല്ലെങ്കിൽ ഈ ഓഹരി കൈമാറ്റം സാധൂകരിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ പോകും എന്നുറപ്പാണ്. എന്തായാലും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ ദേശാഭിമാനി വീണ്ടും കുഴപ്പത്തിലായി, വീണ്ടും വാർത്ത നൽകി. എന്താ, വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക എന്ന് ഇന്നത്തെ പത്രത്തിൽ വാർത്ത നൽകി. ഓഹരി കൈമാറ്റം കരാർ ലംഘിച്ച് വിൽപ്പന യാഥാർത്ഥ്യമായാൽ തുറമുഖം MSCയുടെ കുത്തകയാകും എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ വാർത്ത. കൺസഷൻ കരാറിന് വിരുദ്ധമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ ആശങ്ക. കരാർ പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറാൻ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം വേണം. എന്നാൽ ഈ വ്യവസ്ഥ മറികടന്നാണ് അദാനി ഗ്രൂപ്പ് ലോകത്തെ വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSCക്ക് ഓഹരി വിൽക്കാൻ ശ്രമിക്കുന്നത്. വിൽപ്പന യാഥാർത്ഥ്യമാകുന്നതോടെ തുറമുഖം പൂർണ്ണമായി MSCയുടെ കപ്പലുകൾക്ക് മാത്രമായി നീക്കി വയ്ക്കപ്പെടും എന്നാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ വാർത്ത. ഇനി ഈ നിക്ഷേപത്തെക്കുറിച്ചിട്ടുള്ള മറ്റൊരു സാങ്കല്പിക കാര്യം കൂടി ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് ദേശാഭിമാനിക്ക് ഉൾട്ടടിക്കേണ്ടി വന്നു. ഇത് VD സതീശൻ എഫക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ VD സതീശൻ സർക്കാർ ഇന്ന് ഈ ഓഹരി കൈമാറ്റം നടക്കുമ്പോൾ പ്രതിപക്ഷത്താണ് എന്ന് വെക്കുക. അപ്പോൾ VD സതീശൻ്റെ നേരത്തെ മദ്യവുമായി ബന്ധപ്പെട്ട, വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെടുത്ത നിലപാട് പോലെ എന്തായിരിക്കും ഇവരുടെ നിലപാട്? 49% ഇങ്ങനെ കൈമാറുന്ന സാഹചര്യം
സാഹചര്യത്തിൽ അത് സർക്കാരിൻ്റെ ഈ തുറമുഖത്തെ തീരെഴുതി കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അദാനിയുടെ ഈ കച്ചവടത്തിന് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം BJP അന്തർധാരയാണ്. അത്തരത്തിലുള്ള അന്തർധാരയിലേക്ക് ഇവരെ നയിച്ചത് എന്താണെന്ന് അന്വേഷിക്കണം. ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് BJPക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് മുസ്ലിം വിരുദ്ധ പിണറായി വിജയൻ എന്ന നിലയിലേക്കുള്ള ഒരു അന്തർധാര സിദ്ധാന്തം വീണ്ടും ആവർത്തിക്കും. മുമ്പ് നമ്മൾ കണ്ടതാണ് PM ശ്രീയിലടക്കം PMAY വീടുകളിലെ ലോഗോ ഇങ്ങനെ BJPയുടെ നിർദ്ദേശം അടക്കം അവർ നടപ്പാക്കിയില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള നിലപാട് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എടുത്തേനെ. ഇനി ഭരണപക്ഷത്താണെങ്കിൽ എടുക്കാനിടയുണ്ടായിരുന്നൊരു വാർത്തയാണ് ദേശാഭിമാനി ഇന്നലെ പ്രസിദ്ധീകരിച്ചത് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പം ഭരണപക്ഷത്തല്ല CPM, പ്രതിപക്ഷത്താണ്. ഭരണപക്ഷത്ത് ആണ് VD സതീശനും കോൺഗ്രസും, പ്രതിപക്ഷത്തല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഉൾട്ടയടിയുടെ ഈ തുടർച്ച കാണുന്നത്. എന്തായാലും VD സതീശൻ്റെ ഉൾട്ടയടി രാഷ്ട്രീയത്തിലേക്ക് CPM പെട്ടുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദേശാഭിമാനം പെട്ടു, CPM എന്തായാലും പെട്ടിട്ടില്ല. ഇനി പെടേണ്ട സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. തീരുമാനങ്ങൾ നടപ്പാക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയ വീക്ഷണം അതിനകത്ത് ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് ഇനി പ്രതിപക്ഷത്താണെങ്കിലും ഈ ഭരണപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് CPMനും വേണം, അത് ദേശാഭിമാനിക്കും വേണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇമാതിരി VD മോഡൽ ഉൾട്ടയിൽ പെട്ടുപോകും ദേശാഭിമാനി എന്നുള്ളതാണ് തിരിച്ചറിയേണ്ട കാര്യം. എന്തായാലും ഈ ഉൾട്ടയടി രാഷ്ട്രീയം ഗംഭീരമായി ആസ്വദിക്കാനുള്ള വകുപ്പ് നൽകുന്നതാണ് എന്ന തിരിച്ചറിവോടെ വിട. നന്ദി, നമസ്കാരം.